കരയാതൊന്ന് കാത്തിരിക്കൂ വെള്ളാപ്പള്ളി സാറേ. എല്ലാ ദിവസവും വെള്ളാപ്പള്ളിയുടെ കരച്ചിൽ കാണുമ്പോൾ വലിയ ഫലിതമാണ് തോന്നുന്നത്, വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. ഇത്രയും അമറി ശബ്ദമലിനീകരണം സൃഷ്ടിക്കാതെ കേരളത്തിൽ ഒരുപാട് സമുദായ സംഘടനകളില്ലേ, നല്ല മേൽവിലാസമുള്ളവർ നയിക്കുന്ന അന്തസ്സുള്ള നിലപാടുള്ള ഒക്കെ ധാരാളം സമുദായ സംഘടനകൾ കേരളത്തിലുണ്ട്. അവരെല്ലാവരും ശാന്തരാണ്. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണാൻ പോകുന്നതേ ഉള്ളൂ. അവർക്കാർക്കും ഇതുപോലെ നിലവിളിയും കരച്ചിലും അമറലും വരുന്നില്ല. എന്നാൽ വെള്ളാപ്പള്ളി സാറ് അമറി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കരച്ചിൽ കാണാൻ വല്ലാത്തൊരു രസവും ചിരിയും വരുന്നുണ്ട് എന്നതാണൊരു സത്യം. കാരണം എന്താണെന്നറിയോ, ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ UDFന് അതിൻ്റേതായ മെക്കാനിസത്തിൽ അവരവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. കോൺഗ്രസ്സിലാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ സാർ കോൺട്രാക്റ്റ് വർക്ക് എടുത്തുകൊണ്ട് നടന്നിരുന്ന കാലത്തും ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവർ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിമാർ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇന്ന് പ്രതിപക്ഷത്തുണ്ട്, പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുമുണ്ട്. അതൊന്നും വെള്ളാപ്പള്ളി സാറിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടോ വിലയിരുത്തൽ നടത്തിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതിനൊക്കെയുള്ള ചുണയുള്ളവർ ആ സ്ഥാനത്തുണ്ട്. അവരാലോചിക്കും, അവർ തീരുമാനിക്കും. MLA മാർ ജയിക്കും, അവർ കൂടിയിരിക്കും. അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവരെ ആര് നയിക്കണമെന്ന് ജനാധിപത്യപരമായി അവർ തീരുമാനിക്കും. അതിലെ ഒപ്പം മുന്നണിയിൽ ചേരുന്നവർ ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ട സഹായവും പിന്തുണയും അഭിപ്രായവുമൊക്കെ അവർ പറയണമെങ്കിൽ. ഇനി 2, മുസ്ലിം ലീഗുകാർ ഒരഭിപ്രായം പറഞ്ഞു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ വായിലേക്കൊരു പേര് വെച്ചു കൊടുത്ത് ആ പേരൊന്ന് വരുത്തി ഒപ്പിയെടുത്തു എന്നുള്ളതുകൊണ്ട് മാനമൊന്നും ഇടിഞ്ഞു വീഴില്ല. അവർ ഈ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. എത്രയോ വർഷങ്ങളായി എന്തെല്ലാം കാര്യങ്ങളിൽ പരിഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുണ്ട്. ഈ തർക്കങ്ങളും പരിഭവവും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിയെപ്പോലുള്ളവരെയും ചെറുത്ത് തോൽപ്പിക്കാൻ ഈ മുന്നണികൾ എന്ന പേരിൽ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരാകെയും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു കേരളമാണ്. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള അവകാശവും അർഹതയും യോഗ്യതയും ഒക്കെ ഒരു മുന്നണിക്കകത്ത് തീർച്ചയായും പറയേണ്ട സ്ഥലത്ത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതപ്പോൾ അവർ ഉപയോഗിച്ചോളും. ആവശ്യമെങ്കിൽ, വേണമെങ്കിൽ. അവർക്ക് നന്നായി അറിയാം എങ്ങനെയാണ് ഇത്രയും നാളിതൊക്കെ നടത്തിക്കൊണ്ട് പോയതെന്നും നടന്നതെന്നുമൊക്കെ. വെള്ളാപ്പള്ളി സാറ് അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നിലവിളിക്കാതിരിക്കാൻ 5 കാരണങ്ങൾ വെള്ളാപ്പള്ളി സാറിന് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്തെ കാരണം, നാളെ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെട്ടതിന് ഏറ്റവും പ്രധാന ഉത്തരവാദിയായി മാറുന്ന ഒരാൾ താങ്കളെപ്പോലെ വിഷം നടന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ താങ്കൾ എന്തൊക്കെയോ ആണെന്ന് കരുതി, എന്തോ വോട്ട് കിട്ടുമെന്ന് കരുതി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുമുന്നണി സംവിധാനവും നിശബ്ദമായത് എന്ന് കരുതി വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയ ആദരവും അംഗീകാരവും നൽകിയത് ഒരു കാരണവശാലും കേരളത്തിന് ദഹിച്ചില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈഴവരടക്കമുള്ള, കമ്മ്യൂണിസ്റ്റ് ഈഴവരടക്കമുള്ള, മറ്റ് ജാതി മതങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവരടക്കമുള്ളവർ നിന്ന് വോട്ട് ചെയ്തതിൻ്റെ ബലം കൂടിയാണ് ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ നാളെ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ കേരളത്തിലൊരു സ്ഥിതിവിശേഷം ഏതെങ്കിലും ഒരു നേതാവിനെ വണ്ടിയിൽ കയറ്റിയതിൻ്റെ പേരിൽ കേരള ജനത ഒറ്റക്കെട്ടായി എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിൽ എന്ത് സ്ഥാനമാണ് കേരളത്തിൻ്റെ സമൂഹത്തിൽ, മനസാക്ഷിയിൽ അങ്ങയ്ക്കുള്ളത് എന്ന് അങ്ങയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നാമത്തെ കാരണം. ഇനി 2ാമത്തെ കാരണം, അങ്ങ് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഇനി എഴുതി കാണിക്കുമ്പോൾ ബ്രാക്കറ്റിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ എന്നുകൂടി എഴുതി കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ വെറും സാങ്കേതികമായി സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ തുടരുന്ന ഒരു സെക്രട്ടറി മാത്രമാണ് അങ്ങ് ആദ്യമൊക്കെ ഇറങ്ങി ഇടതുമുന്നണിയെ വല്ലാതെ പിന്തുണച്ച് തെറിയൊക്കെ പറഞ്ഞ ശേഷം പിന്നെ വോട്ട് നടക്കുന്ന ദിവസം വരെ ആരോ നിർബന്ധപൂർവ്വം വായടപ്പിച്ചതുപോലെ പിന്നൊരു ശബ്ദം അങ്ങയുടെ ഉയർന്നു കേട്ടില്ല. പിന്നെ കേട്ട് തുടങ്ങിയത് ഇന്നലെ മെനഞ്ഞാന്നുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ തുടരുന്ന ഒരാൾ അതിൻ്റെ പവറും അതിൻ്റെ അധികാരവും ഒക്കെ മാത്രമേ സംഗതി എടുക്കാവൂ എന്നുള്ളതാണ് വിനീതമായൊരു അഭ്യർത്ഥന. 3ാമത്തെ കാര്യം, അങ്ങ് പറയുന്നില്ലേ പാണക്കാടിൻ്റെ ആധിപത്യം ജനാധിപത്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹാശിസുകളോടെ തുടങ്ങിയ
SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കുടുംബാധിപത്യം മാത്രം യാതൊരു ലജ്ജയും ജനാധിപത്യവും ഇല്ലാതെ നടപ്പിലാക്കിയ അങ്ങയ്ക്ക് ഒരു പാർട്ടിക്കകത്ത് ആ പാർട്ടിയുടെ ഘടകകക്ഷി പറയുന്ന അഭിപ്രായത്തെയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെയോ കുറിച്ച് അപമാനിക്കാൻ, അവരെ ഇകഴ്ത്താൻ, അല്ലെങ്കിൽ അത് മറ്റെന്തിൻ്റെയെങ്കിലും സംഗതിയായി പറയാൻ എന്ത് അർഹതയാണ് സാറേ അങ്ങയ്ക്കുള്ളത്? SNDP യോഗം എന്ന് പറയുന്ന ഒരു കേരളം അംഗീകരിച്ചിരുന്ന ഒരു സാമൂഹ്യ സംഘടനയിൽ മേൽവിലാസവും അതുപോലെ തന്നെ പറയുന്നത് സസൂക്ഷ്മം കേരളം ശ്രദ്ധിച്ചിരുന്നവരുടെ കാലത്തുനിന്ന് മാറി ഈ കോലത്തിലേക്കും ഈ രൂപത്തിലേക്കും എത്തിയതിനു പിന്നിൽ ഒരു കുടുംബാധിപത്യത്തിൻ്റെ സർവ്വലക്ഷണങ്ങളുമാണ് എന്ന് കുറച്ചു പേർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മൗനം പാലിച്ചിരിക്കുന്നുവെങ്കിലും മറ്റു കുറേ പേർ ഉറക്കെ പറയുന്ന മുഴുവൻ ശ്രീനാരായണീയർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അതിരുവിട്ട ആധിപത്യത്തിൻ്റെ കണക്ക് പറയാൻ അങ്ങയ്ക്ക് എന്താണ് യോഗ്യത? നാലാമത്തെ കാര്യം, കേരളത്തിൽ മുഴുവൻ നടന്ന് ഒരു ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ മേൽവിലാസത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ച ലോകത്തിൻ്റെ ഗുരുവായി എല്ലാവരും ഉൾക്കൊള്ളുന്ന, അതിൻ്റെ മുനിനാരായണ പ്രസാദയെപ്പോലെ ഈ അടുത്ത സമയത്ത് സമാധിയായ മഹാഗുരുക്കന്മാരുടെയൊക്കെ പാരമ്പര്യവും പിന്തുടർച്ചയുമുള്ള ഒരു സംഘടനയുടെ സ്ഥാനത്ത് കയറി ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം വെറും നികൃഷ്ടമായ പദങ്ങൾ കൊണ്ട് നിയന്ത്രണാരഹിതമായി, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാനസിക നില തകരാറിലായ ആളിനെ പോലെ നടന്ന് പറഞ്ഞ് സമൂഹത്തിലെ ജനങ്ങളാകെയും എല്ലാ അർത്ഥത്തിലും വെറുമൊരു പാഴ്ചീട്ടായി മാത്രം ജനാധിപത്യ പ്രക്രിയയിൽ കരുതിയിരിക്കുന്ന ഒരു സംവിധാനത്തിൽ യാതൊരു ജനാധിപത്യവും അനുവദിക്കാത്ത ഒരു പ്രക്രിയയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അങ്ങേക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഒരു അവകാശവും. കോൺഗ്രസ് എപ്പോഴും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന എം എൽ എമാർ തീരുമാനിക്കുന്ന അവരുടെ നിയമസഭാ കക്ഷി നേതാവ്, അത് പാർട്ടി ഉൾപ്പെടെ ആലോചിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന സംവിധാനം, അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊന്നും അടിമത്തത്തിൻ്റെയും ദാസ്യവൃത്തിയുടെയും കാലുനക്കലിൻ്റെയും ഏർപ്പാടുകളുടെ ഭാഗമല്ല എന്നുള്ളത് നന്നായി എല്ലാവർക്കും അറിയാം. അവസാനമായി എത്രയോ വിജിലൻസ് സാമ്പത്തികാപഹരണ കേസുകളും ധനാപഹരണ കേസുകളും പണം മറിച്ചതും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് സഖാവ് VS പോലെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ അടിമുടി നഖശികാന്തം എതിർത്തിരുന്ന, കൽത്തുറങ്കിലടയ്ക്കുമെന്ന് യാതൊരു മടിയുമില്ലാതെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ കേരളം ഒന്നായി വോട്ട് ചെയ്തു കൊടുത്ത് അധികാരത്തിലെത്തിച്ച VS സർക്കാരിൻ്റെ ഒക്കെ ആ കൈമുദ്ര, ആ സ്നേഹമുദ്ര പതിപ്പിച്ച ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഇത്രയേറെ വിജിലൻസ് കേസുകളിൽ പെട്ടുകിടക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എന്തിനാണ് ഈ നിലവിളിച്ച് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അമറി കരയുന്നത്? കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കും. ആ ഗവൺമെൻറ് ഉണ്ടാക്കി അവർക്ക് വേണ്ടത്ര പിന്തുണയോടെ കേരളത്തിലെ ജനങ്ങൾ ഒപ്പം നിന്ന് ശരിയായി ഭരണം നടത്തട്ടെ എന്ന് പറയലാണ് അതിൻ്റെ മര്യാദ. ഇനി വരാൻ പോകുന്ന സർക്കാരിനോടൊരു അഭ്യർത്ഥനയുണ്ട്. കർണാടക സർക്കാർ പാസ്സാക്കിയതുപോലെ ഒരു മതവിദ്വേഷ വിരുദ്ധ ബില്ല് ഈ സംസ്ഥാനത്തും പാസ്സാക്കി ഇത്തരം ആളുകളുടെ പേരിൽ അറസ്റ്റൊന്നും സാധ്യമായില്ലെങ്കിലും 10 or 100 കേസുകൾ എടുത്ത് അങ്ങനെ ഇട്ട് നിരന്തരം ജാമ്യവും കോടതിയും കേസുമായി നടക്കേണ്ട ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നതാണ് ഒരു സത്യം.